ഫൈസൽ വളാഞ്ചേരി. ഓക്കെ, ഫൈസലിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും പറയാം, അതിനുശേഷം ഞാൻ പറയാം. എന്താണ് ജോബ്? എന്താണ് ജോബ്? കേബിലിറ്റി ഓപ്പറേറ്റർ ആണ്. എത്ര കണക്ഷൻ ഉണ്ട് ഫൈസലിന്റെ കീഴിൽ? ഏകദേശം ഇന്റർനെറ്റ് അടക്കം 500 കണക്ഷൻ. 500 കണക്ഷൻ ഉണ്ട്. 500 വീടുകളിൽ. അപ്പോ കേബിളും ഇന്റർനെറ്റും എല്ലാം കൂടി റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ചെറിയൊരു മുതലാളിയാണ്. മുതലാളി എന്ന് പറയാം. മുതലാളി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വീട്ടിലാരൊക്കെയാണ്? വീട്ടിലെ വൈഫ്, 3 കുട്ടികള്. ഉപ്പയും മരിച്ചുപോയി, ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫൈസലിനെ പറ്റി പറയുകയാണെങ്കിൽ ഫൈസല് എനിക്ക് തോന്നുന്നു എൻ്റെ കേരളത്തിൽ നടന്നിട്ടുള്ള ഷോകളിൽ ഏകദേശം ഒരു 70% ഷോകളും വന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് സ്ഥിരമായിട്ട്, അല്ലേ? ശരിയല്ലേ? എന്താണ് അപ്പൊ അങ്ങനെ ഫൈസല് നിരന്തരമായിട്ട് ഇങ്ങനെ നമ്മുടെ ഷോ കാണാനുള്ള ഒരു കാരണം എന്താണ്? അങ്ങനെ കാരണം എന്താന്ന് വെച്ചാല്, പണ്ട് സത്യമെന്ന് വിചാരിച്ച ഓരോ കാര്യങ്ങളൊക്കെ സത്യമല്ല, അതിന് മറ്റൊരു വശം ഉണ്ട് എന്ന് കാണിച്ചു തന്നത് നിങ്ങളെ വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പോഴാണ്. അപ്പം അത് മാറി ചിന്തിച്ചു തുടങ്ങി. അപ്പം പിന്നെ എല്ലാ ഷോസും കണ്ട ഷോസിന് എന്തെങ്കിലും പുതിയ അറിവുകൾ കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഷോക്ക് വരുന്നത്. അതിൽ ഓൾമോസ്റ്റ് ഏകദേശം ഒക്കെ ഒരുപോലെ തന്നെ വരെ. ചില ഷോകൾ വ്യത്യാസമുണ്ട്, ആ വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഷോയ്ക്കും വരുന്നത്. ഫൈസലിന്റെ സ്ഥലം വളാഞ്ചേരി എന്ന് പറഞ്ഞു. വളാഞ്ചേരി ഞങ്ങളെ പോലെ കലാകാരന്മാർ എല്ലാവർക്കും എന്താ പറയുക, ഒരു കുറച്ച് ഭയത്തോടു കൂടി കാണുന്ന ഒരു സ്ഥലമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ മിക്കവാറും പ്രോഗ്രാമിന് ഇപ്പോൾ ആ വഴി പാസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ കോഴിക്കോടേക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ചങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും അധികം ബ്ലോക്കിൽ കിടക്കുന്ന ഒരു സ്ഥലം വളാഞ്ചേരി. ഇപ്പൊ അടുത്തെങ്ങാനും ബ്ലോക്ക് മാറാനുള്ള സാധ്യത ഉണ്ടോ? അതായത് പുതിയ ഹൈവേ വന്നാൽ മാറാൻ സാധ്യത ഉണ്ട്. അതല്ലെങ്കിൽ വളാഞ്ചേരി വരുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ വഴി തിരിച്ചു വിട്ടത്. വേറെ വഴിയുണ്ട്, വളാഞ്ചേരിയിലുള്ള എല്ലാ ഊടുവഴികളും അറിയാം, എല്ലാ വഴിയും. ഓക്കെ, അപ്പൊ ഫൈസൽ എന്താണ് ചോദ്യം? എന്താണ് ചോദ്യം? എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ ഇടയായിട്ട് ഇപ്പോ സ്കൂളുകളിൽ ഒരു ഹിപ്നോട്ടൈസ് ചെയ്ത് കുട്ടികൾ ചെയ്തിട്ട് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് കുട്ടികൾ മറിയുന്നതും ചെയ്യുന്നത് ഹിപ്നോട്ടൈസ് ചെയ്ത് ഭാഗമായിട്ടാന്നുള്ളൊരു വീഡിയോ ചെയ്ത് കണ്ടത്. അതിലെന്ത് യാഥാർത്ഥ്യം ഉണ്ടോ? എന്താ അതിന്റെ ഇതിവൃത്തം അറിയാൻ? ഹിപ്നോട്ടൈസ് എല്ലാവർക്കും പറ്റുമോ? അങ്ങനെ ഒരു കുട്ടിനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനൊക്കെ സംഭവം കുറെ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അതിലിങ്ങനെ പെട്ടെന്ന്, അതായത് സ്കൂൾ കുട്ടികൾ ഹിപ്നോട്ടിസം ചെയ്ത് ഹോസ്പിറ്റലായി. അപ്പൊ അതിന്റെ കാരണമാണോ? എന്തുകൊണ്ടാണ് കാരണം? എന്താണ് കാരണം എന്നുള്ളത്? അതായത് ഇന്നിപ്പോ ഹിപ്നോട്ടിസം എന്ന പേരിൽ പലതരത്തിലുള്ള വീഡിയോകൾ, ട്യൂട്ടോറിയലാണ് ഹിപ്നോട്ടിസം ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല വീഡിയോകളും അവൈലബിൾ ആണ്. നമ്മൾ മറ്റുള്ള കലകളോ അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലല്ല ഹിപ്നോട്ടിസം. ഞാനിപ്പോ ഒരു കലയായിട്ട് കണ്ടിട്ട് ഞാനത് എന്റർടൈൻമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനിൽ കയറി ചെറിയൊരു വർക്ക് ചെയ്യുന്നതാണ് ഓരോരുത്തരുടെയും. അത് എല്ലാവരിലും അല്ല, കുറച്ച് സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളിലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു ബ്രെയിൻ ടെസ്റ്റ് ഒക്കെ കൊടുത്ത് അതിൽ ഓക്കെ ആവുന്ന ആളുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കൂൾ കുട്ടികൾ ഇത്തരത്തിലുള്ള ട്യൂട്ടോറിയലുകൾ കണ്ടിട്ട് അവർ ചെയ്ത ആക്ച്വലി ഹിപ്നോട്ടിസം അല്ല. ഇപ്പം മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ മെന്റലിസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തം പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരാളിൽ അപ്ലൈ ചെയ്തിട്ടേ നമുക്കത് പരിശീലിക്കാനും പഠിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഈ ട്യൂട്ടോറിയൽ കണ്ടിട്ട് കുട്ടികൾ അത് ചെയ്തു നോക്കിയത് ഒരിക്കലും ഹിപ്നോട്ടിസം ആയിരുന്നില്ല. അത് അതായത് അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയുന്നില്ല, കാരണം നമ്മൾ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾ. കാരണം ഇപ്പൊ എല്ലാവരും മൊബൈൽ കാണുന്നവരാണ്. നമ്മൾ ഒരു കാലത്ത് മൊബൈൽ ഫോൺ കാണാൻ പാടില്ല, കുട്ടികൾക്ക് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇന്ന് നമുക്കത് പറയാൻ പറ്റില്ല. കാരണം പല പഠനവുമായി ബന്ധപ്പെട്ടും എല്ലാ കാര്യങ്ങൾക്കും അറിയണമെങ്കിൽ അവർക്ക് മൊബൈൽ ഫോൺ കൂടിയേ തീരും. ആ രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഇത് കാണുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞാലും വേണമെങ്കിൽ അവർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് ഏകദേശം ഒരു രൂപം മാത്രം പറയാം. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് പോലെ ബ്രീത്ത് എടുക്കാനും ആ രീതിയിൽ പറഞ്ഞതിന് ശേഷം ഒന്ന് ബോഡി ടയർഡാക്കുന്നു. അതിനുശേഷം ഇവരെ കഴുത്തിൽ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഒന്ന് എഴുന്നേക്കാൻ പറയുമ്പോൾ എന്നിട്ട് കഴുത്തിൽ നിന്ന് അത് റിലീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള മെയിനായിട്ടുള്ള രക്തക്കുഴലിനെ അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തി ബോധം കെടുത്തുന്ന ഒരു രീതിയാണത്. കുറച്ച് സമയത്തേക്ക് ആളുടെ ബോധം മറിഞ്ഞു പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു എന്താ പറയാ, അത് കുറച്ച് സമയം കൂടിപ്പോയാൽ അല്ലെങ്കിൽ അതിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ കോമയിൽ കിടക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അത് കുട്ടികളുടെ ധാരണ ഇങ്ങനെ ബോധം കെടുമ്പോൾ അത് ഹിപ്നോട്ടിസം ആണ് അല്ലെങ്കിൽ ഹിപ്നോസിസ് അങ്ങനെയാണ് എന്നുള്ള ധാരണയിലാണ് കുട്ടികൾ അത് പരീക്ഷിക്കാൻ തയ്യാറാവുന്നത്. അപ്പൊ ഈ കൊടുങ്ങല്ലൂരാണ് ആ സ്കൂളിൽ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇത് എന്താണ്, ഹിപ്നോട്ടിസം ചെയ്തിട്ടാണോ, ഇത് എന്താ സത്യത്തിൽ? അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്കൂളിൽ ചെയ്ത വീഡിയോയും എനിക്ക് കിട്ടി. ആ വീഡിയോയിൽ നിന്നാണ് ഇങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊരിക്കലും ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് ഒരിക്കലും കൊച്ചുകുട്ടികളൊന്നും ഇത് പരീക്ഷിക്കാൻ നിൽക്കരുത്. ഇത് കൃത്യമായിട്ട് അത് പഠനം നടത്തി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകളാണ് അത് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മളിത് പരീക്ഷിച്ച് നോക്കി ഇതേ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു ചിലപ്പോൾ ആ കുട്ടികളുടെ ബോധം വന്നത് ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷമാണ്. അപ്പൊ അതൊക്കെ വലിയ അപകടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരിക്കലും കുട്ടികളൊന്നും അത്തരത്തിൽ പരിപാടികൾക്ക് നിൽക്കരുത്. യൂട്യൂബിലൊക്കെ പലതരത്തിലുള്ള വീഡിയോകളും വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സത്യമാണെന്ന് കരുതി അതൊന്നും പരീക്ഷിക്കാൻ നിൽക്കരുത്. അപ്പൊ യഥാർത്ഥത്തിൽ അത് ഹിപ്നോട്ടിസം ആയിരുന്നില്ല. ഹിപ്നോട്ടിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളുടെ ബ്രെയിനിലേക്ക് കുറെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അയാളെ വളരെ കുറച്ച് സമയത്തേക്ക് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിന്റെ സാധ്യതകൾ ഒരുപാടുണ്ട്.
പിന്നെ അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ, കുറച്ച് സമയം എടുക്കും അത് ചെയ്യാനായിട്ട്. പിന്നെ കൂടുതലും ഞാൻ എൻ്റെ സ്റ്റേജ് ഷോയിൽ കുറച്ച് ഭാഗം മാത്രമാണ് ഹിപ്നോട്ടിസം നമ്മൾ ചെയ്യുന്നുള്ളൂ. കൂടുതലും നമ്മൾ മെന്റലിസത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, കാരണം നമുക്കും ഇഷ്ടം അതാണ്. അപ്പോൾ ചെയ്യേണ്ട വേദികളിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ വസ്തുത എന്ന് പറയുന്നത് അതാണ്. വേറെന്തെങ്കിലും? അടുത്ത ചോദ്യം, ഇപ്പോ കുറെ ആഡ് കാണുന്നുണ്ട് 2000 റുപ്പീസ് ഒക്കെ മെന്റലിസം പഠിക്കാം എന്ന് പറയുന്നത്. 2000 റുപ്പീസിനൊക്കെ ഇപ്പൊ മെന്റലിസം പഠിക്കാം, ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ എന്നിട്ട് ഇപ്പൊ ഈ റീസെന്റ് ഒരു ആഡ് കണ്ടു. അതിലിപ്പോ മെന്റലിസം പഠിക്കാന്നുള്ള ആഡുകൾ ധാരാളം വരുന്നുണ്ട്. ഈ 2000 രൂപ കൊടുത്തിട്ട് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ? അതായത് കൂടുതലും ആളുകള് ഇപ്പൊ നമ്മൾക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന വീഡിയോകൾ കണ്ടിട്ട് എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പൈസ കൊടുത്ത് പോകുന്നത്. ചില ആളുകൾക്ക് അതിന്റെ ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച ആളുകൾ പോലും ഇപ്പൊ പല ആഡുകളും നമ്മൾ കാണാറുണ്ട്. നമ്മളത് വേറെ ഞാൻ വലിയ സംഭവമായിട്ട് പറയുന്നതല്ല, ബട്ട് ആഡുകൾ കണ്ടിട്ടുള്ള ആളുകളുടെ പെർഫോമൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, ബട്ട് അവർ മെന്റലിസ്റ്റ് ആണെന്ന് അതിലൂടെ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഇത്തരത്തിൽ പഠിപ്പിച്ച് നൽകാന്ന് പറയും. അപ്പൊ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ച എല്ലാവരും തന്നെ ഇപ്പൊ ഇത് പഠിപ്പിച്ചു കൊടുത്ത് പണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട് ആകൃഷ്ടരാകുന്ന എന്താണ്, ഇപ്പൊ ഷോ കണ്ടിട്ട് അതൊക്കെ പെട്ടെന്ന് പഠിക്കാം, മറ്റൊരാളുടെ മനസ്സ് വായിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയിലാണ് ഇവർ പോകുന്നത്. ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ്, എന്റെ ഷോയുടെ ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ട്രിക്സ് മാനിയ എന്നാണ്. ഇത് കംപ്ലീറ്റ് ട്രിക്സ് ആണെന്ന് ആദ്യം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഷോ ചെയ്യുന്നത്. നമുക്ക് വേറെ അവകാശവാദങ്ങളൊന്നുമില്ല. ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ മനസ്സ് വായിക്കാൻ പറ്റില്ല. നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന്, അതായത് ഒരു ഇൻപുട്ട് അങ്ങോട്ട് തന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ഒരിക്കലും നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ വെച്ചിട്ട് നമുക്കത് ചെയ്തൊരു എഫക്റ്റായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു കലയായിട്ട് അവതരിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു മെന്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലാകാരനാണ്, അതല്ലാതെ സിദ്ധിയോ കാര്യങ്ങളോ ഉള്ള ആളൊന്നുമല്ല, പ്രാക്ടീസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ച ആളുകളാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിന് പണം കൊടുത്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ച് കുറേ ആളുകൾ ഇപ്പോൾ എൻ്റെ ഷോ കാണുന്ന സമയത്ത് പല ആളുകളും വരാറുണ്ട്. ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാ പ്രോഗ്രാം, ഇപ്പോൾ ഒരു തിയേറ്റർ ഷോ കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10, 12, 20 ആളുകൾ വന്നിട്ട് പറയും ഞങ്ങൾ മെന്റലിസ്റ്റ് ആണ്. അപ്പോൾ എവിടെ പഠിക്കും? അപ്പോൾ ഇന്ന ഓൺലൈനിൽ ഇങ്ങനെ ചെയ്താണ്, അതാണ് പഠിച്ചത്. അപ്പോൾ അവരെല്ലാവരും പലരും നിരാശരാണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെ അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ തന്നെയാണോ എന്നൊക്കെയാണ് പലരും സംശയം ചോദിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ പറയുന്നത്, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. കാരണം എനിക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു മാജിക്കിന്റെ ബേസ് ഇതിന് അത്യാവശ്യമാണ്. ഇപ്പൊ എനിക്കൊരു 20 വർഷത്തെ മാജിക്കിന്റെ ഒരു ബേസ് ഉണ്ട്. അപ്പോൾ മാജിക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെ തന്നെ ചെയ്താലാണ് ഇത് നടക്കുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രിക്ക് ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അത്ഭുതപ്പെടുന്നതല്ലോ. അതങ്ങനെ തന്നെ വർക്കൗട്ട് ആവുള്ളൂ നമുക്കറിയാം. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നിട്ടാണ് നമ്മൾ വീണ്ടും മെന്റലിസത്തിലേക്ക് വരുന്നത്. അപ്പൊ കുറച്ച് മാജിക്കിന്റെ ബേസ് ഉള്ള ആളുകൾക്കാണ് ഇത് എന്താ പറയാ വർക്കൗട്ട് ആവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി വളരെയധികം ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ഒരു പക്ഷേ അങ്ങനെയുള്ള വളരെ റയറായിട്ട് കുറച്ച് ആളുകൾ മാത്രം ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് കയറി വേണമെങ്കിൽ നല്ല രീതിയിൽ സ്റ്റേജ് ഒക്കെ പെർഫോം ചെയ്യുന്ന ആളുകളായിട്ട് മാറാം. പക്ഷെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റാൻ സാധ്യത കുറവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വന്നതിലും നമുക്ക് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ഇവിടെ വന്നതിലും വളരെയധികം സന്തോഷം. അപ്പൊ എന്തായാലും നല്ലൊരു ഗൈഡ് കൊടുക്കാം നമ്മുടെ പൈസ.